കണ്ണൂർ കാലിക്കറ്റ് സർവകലാശാലകളിൽ SFI നടത്തുന്ന പ്രതിഷേധ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ രാഷ്ട്രീയ ശ്രമം നടക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇടത് വിദ്യാർത്ഥി സംഘടനയായ SFI കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകളിലേക്ക് മാർച്ച് നടത്തിയത്. കാലിക്കറ്റ് സർവകലാശാലയിലെ വൈസ് ചാൻസലറിന്റെ ഓഫീസിന് മുന്നിൽ നടത്തുന്ന SFI മാർച്ചിനെ അഭിസംബോധന ചെയ്യുന്ന നേതാക്കൾ. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കണ്ണൂർ സർവകലാശാലയിൽ ബാരിക്കേഡ് ഉയർത്തിയ പോലീസ് SFI മാർച്ചിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ ബാരിക്കേഡ് മറികടക്കാനാണ് SFI പ്രവർത്തകർ തുനിഞ്ഞത്. തുടർന്ന് പോലീസ് 4 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴും SFI പ്രവർത്തകർ അവിടെ തന്നെ തടിച്ചുകൂടിയിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മളോടൊപ്പം അരുൺ പൂപ്പറമ്പ കണ്ണൂരിലും സമീർ ബിൻ കരീം കാലിക്കറ്റിലും കോഴിക്കോട് നിന്നും നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ആദ്യം അരുൺ പൂപ്പറമ്പിലേക്ക് പോകാം. അരുൺ, കണ്ണൂരിൽ SFIയുടെ പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചു. കണ്ണൂർ കാലിക്കറ്റ് സർവകലാശാലയിലെ SFI മാർച്ചിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഒരു ഭാഗത്ത് കണ്ണൂർ സർവകലാശാലയ്ക്ക് മുന്നിൽ SFI പ്രവർത്തകർ നടത്തിയ മാർച്ച് ബാരിക്കേഡ് ഉയർത്തി പോലീസ് തടയുകയും ബാരിക്കേഡ് മറികടക്കാൻ പ്രതിഷേധക്കാർ ശ്രമിച്ചപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. 4 റൗണ്ട് ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ എന്നിട്ടും അവിടെ തന്നെ തടിച്ചുകൂടി അവർ മുദ്രാവാക്യ വിളികളുമായി പ്രതിഷേധം തുടരുന്ന കാഴ്ചയാണ് കണ്ണൂർ സർവകലാശാലയുടെ മുന്നിൽ നമ്മൾ കാണുന്നത്. സമീർ ബിൻ കരീം, ഞങ്ങളുടെ പ്രതിനിധി, ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് നമ്മളോടൊപ്പമുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയിലെ SFI പ്രവർത്തകർ ഷർട്ട് കീറി അവർ ഈ വൈസ് ചാൻസലറുടെ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം അവിടെ നിന്ന് പോലീസ് അവരെ ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. SFI പ്രവർത്തകരിൽ ഒരാളുടെ ഷർട്ടെല്ലാം കീറി കിടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സമീർ ബിൻ കരീം തുടരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. സമീർ, എന്താണ് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല VC ഓഫീസിന് മുന്നിൽ നടക്കുന്നത്? നിലവിൽ സമരം ശാന്തമായിരിക്കുകയാണ്. പ്രവർത്തകർ നിലവിലുണ്ടായിരുന്ന സംഘർഷാവസ്ഥയും പോലീസും പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷാവസ്ഥയ്ക്ക് നിലവിൽ അഴിവ് വന്നിരിക്കുകയാണ്. അപ്പോൾ നേതാക്കൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നു. ഒരു തരത്തിലും ഈ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ നേതാക്കൾ പറയുന്നത്. മാത്രമല്ല, ഒരു തരത്തിലുള്ള ഗവർണറുടെ അനാവശ്യമായ ഇടപെടലും അനുവദിക്കില്ല എന്നും SFI പ്രവർത്തകർ നേതാക്കൾ വ്യക്തമാക്കുന്നു. അല്പസമയം മുൻപാണ് ഈ പ്രതിഷേധ മാർച്ചുമായി SFI കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ ഓഫീസിലേക്ക് എത്തിയത്. ഈ ഓഫീസ് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് താഴ്ഭാഗത്ത് വെച്ച് ഈ മാർച്ച് പോലീസ് തടയുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ സമരം ഒരു അക്രമ സ്വഭാവത്തിലേക്ക് മാറുന്നൊരു ഘട്ടമുണ്ടായത്. പ്രവർത്തകർ അകത്തേക്ക് കയറി പോകാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞതോടുകൂടി പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും മുന്നുനള്ളുമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഡോറ് തകർത്തുകൊണ്ട് അകത്ത് നടത്താനുള്ള ശ്രമവും പോലീസ് പ്രവർത്തകർ നടത്തി. അതിന് പിന്നാലെ നേതാക്കൾ ഇടപെട്ട് ശാന്തമാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രധാനമായും പ്രവർത്തകർ പറയുന്നത് SFI ആരോപിക്കുന്നത് ഈ കാലിക്കറ്റ് സർവകലാശാല ഉൾപ്പെടെയുള്ള കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ഗവർണർ ഇടപെടുന്നു. അതുകൊണ്ട് തന്നെ അത്തരമൊരു പരിപാടി നടക്കില്ല, അതിന് അനുവദിക്കില്ല. മാത്രമല്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ KSU നേതാവിന് മാർക്ക് ദാനം ചെയ്തു നൽകി. അതുകൊണ്ട് തന്നെ VC രാജിവെക്കണം എന്നീ 2 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് SFI പ്രതിഷേധ മാർച്ചുമായി എത്തിയിരിക്കുന്നത്. വലിയ ജനപങ്കാളിത്തം SFIയുടെ മാർച്ചിലുണ്ട്. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള വിവിധ കോളേജുകളിലെ SFI പ്രവർത്തകരാണ് ഈ തടിച്ചുകൂടി പ്രതിഷേധ മാർച്ചുമായി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. നേരത്തെ ചാൻസലർ ഈ കോളേജിൽ എത്തിയ സമയത്ത് തന്നെ ഈ SFI ബാനറിനെതിരെ അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് വി നേട് ചാൻസലർ നോട്ട് സവർക്കർ എന്നുള്ളതായിരുന്നു SFI ബാനറിൽ ഉണ്ടായിരുന്നത്. അന്ന് അദ്ദേഹം അതിനെ എതിർക്കുകയും അതിന് പിന്നാലെ ആ ബാനറൊക്കെ തന്നെ പോലീസ് ഇടപെട്ട് അഴിച്ചു മാറ്റുകയും ചെയ്തു. അന്ന് സവർക്കറെ കുറിച്ച് പഠിക്കണം എന്നൊക്കെ അദ്ദേഹം വാചാലനാവുകയും ചെയ്തു. അന്നൊക്കെ തന്നെ SFI പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ടായിരുന്നു. അതിനു മുൻപ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ എത്തിയ സമയത്തും വലിയ സമരങ്ങൾക്കായിരുന്നു ഈ കാലിക്കറ്റ് സർവകലാശാല സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. രാത്രി എന്ന പകലെന്ന വ്യത്യാസമില്ലാതെ ഗവർണർക്കെതിരെ അന്ന് വലിയ രീതിയിലുള്ള സമരം അന്ന് നടക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു ഇടവേളയ്ക്ക് ശേഷം വലിയ ഒരു സമരത്തിലേക്ക് വീണ്ടും പോകുന്നു എന്നുള്ളതാണ്. SFI സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് പ്രവർത്തകരെ ശാന്തമാക്കി നേതാക്കൾ പ്രവർത്തകരോട് സംസാരിക്കുന്ന നിലവിൽ സംഘർഷാവസ്ഥയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ശരി, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. അരുൺ പൂപ്പറമ്പ നമ്മളോടൊപ്പം ചേരുന്നത് കണ്ണൂരിൽ നിന്നാണ്. അരുൺ, കണ്ണൂരിൽ ഇപ്പോൾ SFI പ്രതിഷേധം തുടരുകയാണോ? കണ്ണൂർ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് SFI പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ സർവകലാശാലയിൽ ബാരിക്കേഡ് ഉയർത്തി SFI മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് 4 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു.
അതിനുശേഷവും ആളുകൾ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് കാണുന്നത് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ച് അക്രമാസക്തമാകുന്നതാണ്. പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് വഴിവെച്ചത്. ഇരു സർവകലാശാലകളിലേക്കും SFI ഇന്ന് മാർച്ച് നടത്തിയത് കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നു. ആ രാഷ്ട്രീയ ശ്രമത്തിനെതിരെ പ്രതിരോധം തീർത്തുകൊണ്ടാണ് ഇടത് വിദ്യാർത്ഥി സംഘടനയായ SFI പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. 2 സ്ഥലങ്ങളിലും ഈ മാർച്ച് സംഘർഷത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. പോലീസ് ബാരിക്കേഡ് ഉയർത്തി ജലപീരങ്കി പ്രയോഗിച്ച് SFI പ്രവർത്തകരെ നേരിടുകയാണ്. അവർ ചിതറിപ്പോകാതെ ഒത്തുകൂടി മുദ്രാവാക്യ വിളികളുമായി ബാരിക്കേഡ് മറികടക്കാൻ നടത്തിയ ശ്രമങ്ങൾ നമ്മൾ കണ്ണൂർ സർവകലാശാലയ്ക്ക് മുന്നിൽ കണ്ടു. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഓഫീസിലേക്കാണ് SFIയുടെ മാർച്ച് നടന്നത്. വൈസ് ചാൻസലറുടെ ഓഫീസിന് മുന്നിലെത്തി മുദ്രാവാക്യം വിളിച്ച SFI പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും അത് ഇതുവരെ ഫലം കണ്ടിട്ടില്ല. അവിടുത്തെ യുവ നേതാക്കൾ SFI പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഇരു സർവകലാശാലകളിലും ഇപ്പോഴും SFIയുടെ പ്രതിഷേധം തുടരുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കാവ്യവൽക്കരണത്തിന് എതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രതിരോധം എന്ന നിലയിലാണ് SFI ഈ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇരു സർവകലാശാലകളിലും SFI പ്രവർത്തകരുടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. കേരള സർവകലാശാലയിലെ ഭാരതാംബ ചിത്ര വിവാദവുമായി ബന്ധപ്പെട്ടും അതിന്റെ തുടർ നടപടികളിൽ പ്രതിഷേധിച്ചുമാണ് ഇടത് വിദ്യാർത്ഥി സംഘടനയായ SFI 2 സർവകലാശാലകളിൽ ഇപ്പോൾ അവരുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും SFIയുടെ പ്രതിഷേധം അത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. പോലീസ് ഈ പ്രതിഷേധക്കാരെ ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടയാൻ ശ്രമിക്കുകയായിരുന്നു. ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ പോലീസ് ചെറിയ രീതിയിൽ ബലപ്രയോഗത്തോടെ മാറ്റുന്ന ദൃശ്യങ്ങൾ. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നു. കാലിക്കറ്റ് സർവകലാശാലയിലെയും കണ്ണൂർ സർവകലാശാലയിലെയും പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയങ്ങൾ, അതിനെ തുടർന്നുണ്ടായ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, പിന്നീട് ഈ കാവ്യവൽക്കരണത്തിനെതിരെയാണ് ഇപ്പോൾ SFI ഈ ഇരു യൂണിവേഴ്സിറ്റികളിലേക്കും, അതായത് കണ്ണൂർ സർവകലാശാലയിലേക്കും കാലിക്കറ്റ് സർവകലാശാലയിലേക്കും പ്രതിഷേധ മാർച്ചുമായി എത്തിയത്. ഇപ്പോൾ അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് കണ്ണൂർ സർവകലാശാലയിലെ പ്രതിഷേധത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു ഉന്തും തള്ളും നടക്കുന്നതിന്റെ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? സ്മിത, മാർച്ച് സംഘർഷഭരിതമായി എന്ന് തന്നെ ആസ്ഥാനത്ത് 100 മീറ്റർ അകലെ ആദ്യഘട്ടത്തിൽ പോലീസ് ഈ മാർച്ച് തടഞ്ഞു. അവിടെ വെച്ച് 4 റൗണ്ട് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് ഈ പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി ശ്രമം നടത്തി. ചില പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നിൽക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തി. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ കവാടവും കടന്ന് SFI പ്രവർത്തകർ ഇപ്പോൾ VCയുടെ വൈസ് ചാൻസലറുടെ ഓഫീസിന് മുന്നിൽ, ചേംബറിന് മുന്നിൽ എത്തിയിരിക്കുന്നു. അതിൽ ഒരു ഭാഗത്തെ കവാടം ഉൾപ്പെടെ, അതായത് ചില്ലുകൊണ്ടുള്ള കവാടം ഉൾപ്പെടെ അടിച്ചു തകർത്തുകൊണ്ടാണ് ഈ മാർച്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന SFI പ്രവർത്തകർ ഈ VCയുടെ ചേംബറിനകത്തേക്ക് കയറി ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. VCയുടെ ചേംബർ ഇപ്പോൾ ഉപരോധിക്കുകയാണ്. സംസ്ഥാനത്തെ സർവകലാശാലയിൽ ഗവർണറുടെ നേതൃത്വത്തിൽ RSS വൽക്കരണം നടത്തുന്നു. VCമാർ ഇവിടെ RSS വൽക്കരണത്തിന് വേണ്ടി നടപടിയിൽ പ്രതിഷേധിക്കുന്ന SFI സർവകലാശാലകളിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തിയത്. കണ്ണൂർ സർവകലാശാലയിലെ മാർച്ച് ആദ്യഘട്ടം മുതൽ തന്നെ സംഘർഷാവസ്ഥ. കണ്ണൂർ സർവകലാശാലയിൽ VCയുടെ വൈസ് ചാൻസലറുടെ ചേംബറിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന SFI പ്രതിഷേധക്കാരെയാണ് നമ്മൾ കണ്ടത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, അത് പിന്നീട് ഇപ്പോഴത് മറികടന്ന് ഈ പോലീസുകാരുടെ ബലപ്രയോഗത്തെയൊക്കെ മറികടന്ന് പ്രതിഷേധക്കാർ SFI പ്രവർത്തകർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുകയാണ്. വൈസ് ചാൻസലറുടെ ചേംബറിന് തൊട്ട് മുന്നിലാണ് അവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്.
കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നുള്ള ദൃശ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അവിടെയും ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുകയാണ്. അവിടെയും കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ കാണാൻ കഴിയുന്നു. അരുൺ പൂപ്പറമ്പ വീണ്ടും ചേരുന്നുണ്ട്. പ്രതിഷേധ കളമായി മാറുകയാണ് നമ്മുടെ സർവകലാശാലകൾ. ഇന്നിപ്പോൾ കണ്ണൂരിലും കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുമാണ് ഈ പ്രതിഷേധം അരങ്ങേറുന്നത്. പ്രതിഷേധക്കാർ വൈസ് ചാൻസലറുടെ ചേംബറിന്റെ മുന്നിൽ വരെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ പോലീസിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ലേ, അതോ സമാധാനപരമായി മുദ്രാവാക്യം വിളിക്കുന്നു എന്നുള്ളത് കൊണ്ട് വലിയ ഒരു ചർച്ചയ്ക്കോ അനുനയത്തിനോ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ അവിടെ? സ്മിത, അങ്ങനെ പറയാൻ കഴിയില്ല. അതായത് ആദ്യഘട്ടം മുതൽ മാർച്ച് സമാധാനപരമല്ലായിരുന്നു. മാർച്ചായി എത്തിയ സർവകലാശാല ആസ്ഥാനത്തേക്ക് അതിനുശേഷം നേരത്തെ ഉണ്ടായിരുന്ന അതായത് കവാടത്തിന്റെ ഭാഗങ്ങളൊക്കെ പൊളിച്ചു മാറ്റിയാണ് ഇപ്പോൾ ഈ ചേംബറിന്റെ ഓഫീസിലേക്ക്, അതായത് ക്ഷമിക്കണം, BC ചേംബറിലേക്ക്, അതിന് മുന്നിലേക്ക് ഇപ്പോൾ SFI പ്രവർത്തകർ എത്തിയിട്ടുള്ളത്. അതിന്റെ മുന്നിലാണ് ഇപ്പോൾ SFIയുടെ ജില്ലാ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള വിപിൻ രാജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ദൃശ്യങ്ങൾ കാണാം. അവരാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മാർച്ച് കവാടത്തിൽ, അതായത് ആസ്ഥാനത്തിന്റെ കവാടത്തിൽ, ആസ്ഥാനത്തിന് ഏകദേശം 100 മീറ്റർ അകലെയാണ് ബാരിക്കേഡ് കെട്ടിയത്. അവിടെ വെച്ച് തടഞ്ഞതാണ്. അത് മറികടന്നാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ ഇപ്പോൾ അകത്തേക്ക് കയറിയത്, സർവകലാശാല ആസ്ഥാനത്തേക്ക് കയറിയത്. BCയുടെ ചേംബറിൽ ഉൾപ്പെടെ ഇപ്പോൾ ഈ പ്രതിഷേധം നടന്നു വരികയാണ്. ഒരുപക്ഷെ ഈ ചേംബറിന്റെ മുന്നിലുള്ള പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ടാകും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ അത് സംഘർഷാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. ഇതിന് സമാന്തരമായി പുറത്തും, അതായത് ബാരിക്കേഡിനപ്പുറവും ഇപ്പോഴും SFI പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. അതായത് സൂചിപ്പിച്ചതുപോലെ സർവകലാശാലകൾ RSS വൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് SFIയുടെ വലിയ പ്രതിഷേധം ഇന്ന് സർവകലാശാലകളിലേക്ക് നടത്തിയത്. അതിൽ ഗവർണറുടെ നടപടി, അതോടൊപ്പം തന്നെ VC-മാർ അത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് സഹായം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് നടത്തുന്നത്. ഇപ്പോൾ SFIയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള വിപിൻ രാജ് ഇതിൽ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൂടെ പോവാം. കാരണം കേരളത്തിനകത്ത് സർവകലാശാലകളെ തകർക്കാൻ വേണ്ടി കേരളത്തിനകത്ത് സർവകലാശാലകളുടെ ചാൻസലർ പദവി വഹിച്ചുകൊണ്ടിരിക്കുന്ന ഗവർണർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പൊ തുടങ്ങിയല്ല, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ രീതിയിൽ സർവകലാശാല തകർക്കാൻ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കേരളം പോലൊരു സംസ്ഥാനത്തിനകത്ത് RSSനെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച് ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പിനകത്ത് വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇത്തരത്തിലൊരു വേദിക്കകത്തോ യൂണിവേഴ്സിറ്റികളുടെ സിൻഡിക്കേറ്റ്. കണ്ണൂർ സർവകലാശാലയിലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം, അത് പ്രതിഷേധക്കാർ BCയുടെ ചേംബറിന് മുന്നിലെത്തി അവിടെ നിന്ന് SFI നേതാക്കൾ പ്രസംഗിക്കുകയാണ്. അവരുടെ ആ ഒരു പ്രതിഷേധത്തിന്റെ കാരണം ഗവർണർക്ക് എതിരായ പ്രതിഷേധം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സർവകലാശാലയിൽ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള സംഘർഷങ്ങളെല്ലാം തന്നെ, വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഇന്നിപ്പോൾ SFIയുടെ പ്രതിഷേധമായി അത് മാറിയിരിക്കുന്നു. ഭാരതാംബ ചിത്ര വിവാദത്തെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. അത് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം, ആ ശ്രമത്തിനെതിരെ SFI വലിയ രീതിയിലുള്ള പ്രതിഷേധം അഴിച്ചുവിടുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അതിനു മുന്നിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഒരു ദൃശ്യങ്ങളും നമ്മൾ ഒരു വശത്ത് കാണുന്നുണ്ട്. ആ പ്രതിഷേധങ്ങളും വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക്, പോലീസും പ്രതിഷേധക്കാരും തമ്മിലുള്ള ഉന്തും തള്ളും, വാക്കുതർക്കങ്ങളെല്ലാം ഉന്തും തള്ളിലേക്കായി. ചെറിയ രീതിയിൽ സംഘർഷം അവിടെയും ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ണൂർ സർവകലാശാലയിൽ VCയുടെ ചേംബറിന് മുന്നിൽ SFIയുടെ പ്രതിഷേധക്കാർ, അവർ അതിലൊരു നേതാവ് പ്രസംഗിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. അകത്തേക്ക് ഇടിച്ചു കയറാൻ ശ്രമിച്ച SFI പ്രവർത്തകരെ പോലീസ് തടയുകയും ബാരിക്കേഡ് മറികടന്ന് പ്രതിഷേധക്കാർ എത്തുകയും ചെയ്തതാണ് കണ്ണൂർ സർവകലാശാലയിൽ സംഘർഷത്തിലേക്ക് കടന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും സമാനമായ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ഏതായാലും അനുനയത്തിനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കട്ടെ. പ്രതിഷേധം വലിയ സംഘർഷങ്ങളിലേക്ക് ഇനിയും പോകാതിരിക്കട്ടെ.